ഹായ്, ഞാൻ ഷിബു ഭരതൻ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതാണ് ഫിറമോൺ ട്രാപ്പ് എന്ന് പറഞ്ഞ ട്രാപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മഞ്ഞക്കണിയാണ് ഈ കാണുന്നത്, അതായത് ഫിറമോൺ ട്രാപ്പാണ് ഈ കാണുന്നത്. അതായത് ഇത് ഫിറമോൺ എന്ന് പറഞ്ഞ മെഡിസിൻ, ഇത് ട്രാപ്പ്. അപ്പോൾ മാവ് പൂക്കുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളുടെ മാവ് പൂത്ത് കഴിഞ്ഞപ്പോൾ കായകൾ പൊഴിഞ്ഞു പോകുന്നു, അത് പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നു, പൂക്കൾ ഉണ്ടായി അത് മാങ്ങയായി തീരുമ്പോൾ അതിൽ കേട് സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കംപ്ലയിൻറ്റ് പറയാറുണ്ട് നമ്മൾ പഴച്ചെടി നടാൻ ചെല്ലുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, പൂവിട്ട് തുടങ്ങുമ്പോൾ തന്നെ, മാവ് പൂത്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഇതുപോലത്തെ ഒരു ട്രാപ്പ്, അതായത് മഞ്ഞക്കണി എന്ന് പറയുന്ന ഒരു ട്രാപ്പ്, ഫിറമോൺ ട്രാപ്പ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 100 മാങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 75 മാങ്ങയും കേടില്ലാതെ പുഴുക്കേടില്ലാതെ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്രദമായി നിങ്ങൾക്ക് ആ മാവിൽ നിന്ന് കിട്ടും. അപ്പോൾ എന്താണ് ഫിറമോൺ ട്രാപ്പ്? ഫിറമോൺ ട്രാപ്പ് 2 തരത്തിലുണ്ട്. ഒന്ന് വെജിറ്റബിളൊക്കെ നട്ടു കഴിഞ്ഞാൽ അത് വേറെ ടൈപ്പാണ്. പിന്നെ ഇത് നമുക്ക് ഫ്രൂട്ട് പ്ലാന്റ്, പഴച്ചെടികൾക്ക് ഉള്ളതാണ് ഈ ട്രാപ്പ്. അപ്പോൾ രണ്ടും വ്യത്യസ്ത ട്രാപ്പുകളാണ്. അപ്പോൾ ഇത് മഞ്ഞക്കണി, ഇതാണ് നമുക്ക് മാവുകൾക്കും പഴച്ചെടികൾക്കൊക്കെ തൂക്കാൻ പറ്റിയത്. ഇതുപോലെ മാവ് പൂത്ത് കഴിയുമ്പോൾ തന്നെ കണ്ടില്ലേ, ഇതുപോലെ മാവ് പൂത്ത് കഴിയുമ്പോൾ തന്നെ കൊച്ചു കായീച്ചകളൊക്കെ വന്നിരുന്ന് അതിൻ്റെ മുട്ടയിട്ട് അതിൽ മാങ്ങയായി തുടങ്ങുമ്പോൾ തന്നെ അതിൽ പ്രാണികൾ കുത്തിക്കയറി അത് കേട് സംഭവിക്കുന്നു. അത് പഴുത്ത് വലുതാവുമ്പോൾ വീണ്ടും അതിൻ്റെ അകത്ത് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളായി. അപ്പോൾ നമുക്ക് പഴുത്ത് കിട്ടുന്ന സമയത്തൊക്കെ നിറയെ പുഴുക്കേടായിരിക്കും മാങ്ങയുടെ ഉള്ളിലൊക്കെ. അതുകൊണ്ടാണ് നമ്മളിത് ട്രാപ്പ് വെക്കുന്നത്. ട്രാപ്പ് വെക്കുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പൂവിട്ട് നിൽക്കുന്ന സമയത്താണ് പ്രാണികൾ ശല്യം കൂടുതലും ഉണ്ടാകുന്നത്. കുറച്ചും കൂടി കായായി വരുമ്പോൾ തന്നെ വീണ്ടും നീരൂറ്റി കുടിയണ പ്രാണികളും കായീച്ചകളൊക്കെ വന്നിരുന്ന് അതിൻ്റെ നീരൂറ്റി കുടിച്ചും അതിൻ്റെ ഉൾഭാഗത്ത് മാംസമായ മാങ്ങയുടെ ഭാഗത്തെല്ലാം കയറി മുട്ടയിട്ട് കുഞ്ഞായി. അപ്പോൾ നമ്മൾക്ക് ഭക്ഷ്യയോഗ്യമല്ലാത്ത, കഴിക്കാൻ പറ്റാത്ത രീതിയിലായി നമ്മൾക്ക് മാങ്ങ മാറിയിരിക്കും. അപ്പോൾ മാങ്ങ ഉണ്ടായി വലുതായി നമ്മൾ പഴുത്ത് മുറിച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ആ മാങ്ങയുടെ അകത്ത് നിറയെ പുഴുവായിരിക്കും. അപ്പോൾ അതിന് വേണ്ട ഒരു തയ്യാറെടുപ്പ് എന്ന നിലയിൽ ഇത് കണ്ടില്ലേ, ഇത് ആദ്യം പറഞ്ഞതുപോലെ മഞ്ഞക്കണി ഫിറമോൺ ട്രാപ്പ്. ഇത് കണ്ടില്ലേ, ഫിറമോൺ എന്ന് പറഞ്ഞ മെഡിസിനാണിത്. ഇതിൻ്റെ ട്രാപ്പിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രാണികളെ ആകർഷിച്ച്, ഇതിൻ്റെ അകത്തുള്ള മെഡിസിൻ പ്രാണികളെ ആകർഷിച്ച് ഇതിലെല്ലാ പ്രാണികളും വന്ന് വീഴും. അപ്പോൾ ഞാനിത് ആദ്യം ഒരു കെണി ഞാൻ വെച്ചിരുന്നു. ആ കെണിയിൽ പ്രാണി വീണിരിക്കുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫിറമോൺ എന്ന് പറഞ്ഞ മെഡിസിനാണ് ഈ കാണുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇത് എടുക്കുമ്പോൾ നമ്മൾ കൈകളൊക്കെ ഇപ്പോഴും നല്ലോണം രീതിയിൽ കഴുകണം, കണ്ട. അപ്പോൾ ഇത് ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ അകത്താണ് വെക്കുന്നത്, കണ്ട. ഇതാണ് നമ്മൾ വെച്ചിരിക്കുന്ന ട്രാപ്പ്. ഇതിൻ്റെ ഒരു സ്ഥലം ഇതാണ്, ഇവിടെയാണ് വെക്കുന്നത്. നേരെ ഇങ്ങനെയാണ് വെച്ചിട്ട് കണ്ടില്ലേ, ട്രാപ്പ് അങ്ങോട്ട് മൂടുക. ഓക്കെ, അപ്പോൾ ഇതാണ് ആ മെഡിസിൻ, ഇതാണ് ട്രാപ്പിൽ വെച്ചിരിക്കുന്ന മെഡിസിനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ട്രാപ്പിൽ അകപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണീച്ചകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള, ഇണയെ ആകർഷിക്കുന്ന തരത്തിലുള്ള സ്മെല്ലാണ് ഈ മെഡിസിന്. അതുകൊണ്ടാണ് കൂടുതലും ഈ ട്രാപ്പിലേക്ക് ഈ ഈച്ചകളെ ആകർഷിക്കുന്നതും ഇതിൽ ട്രാപ്പിൽ പെടുന്നതും. അതുകൊണ്ടാണ് നമ്മൾക്ക് കൂടുതലും കേടില്ലാതെ, ഈ ഈച്ച ശല്യമില്ലാതെ, പുഴുക്കേടില്ലാതെ നമ്മൾക്ക് മാമ്പഴം കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ട്രാപ്പ് ആദ്യം വെച്ചതിൻ്റെ അകത്ത് ഇത് കണ്ടില്ലേ, ഇത് കണ്ട, നോക്കി എന്തോരം പ്രാണികളാണ് വീണേക്കണമെന്ന് നോക്കി, കണ്ട. ഒരു ലോഡ് പ്രാണിയാണ് വീണേക്കണത്, കണ്ട. ഇത്രയും പ്രാണികളാണ്, ഈ നീരൂറ്റി കുടിക്കണ പ്രാണികളും കായീച്ചകളൊക്കെ വന്നിരുന്നിട്ടാണ് നമ്മൾ നട്ട് വളർത്തി വെള്ളമൊഴിച്ച് ആഗ്രഹിച്ചൊരു മാമ്പഴം കഴിക്കാൻ നിൽക്കുമ്പോഴാണ് ഇവരൊക്കെ വന്ന് അത് കഴിച്ച് നമ്മൾക്ക് ഒരെണ്ണം പോലും കിട്ടാത്ത രീതിയിലാക്കി കളയും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? നമ്മൾ മനഃപൂർവ്വമല്ല നമ്മളിവരെ ദ്രോഹിക്കണമെന്നല്ല, നമ്മൾക്കിത് പഴം കഴിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ട്രാപ്പ് വെച്ചേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളൊരു മഞ്ഞക്കണി, നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ മാവ് പൂത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വലിയ മാവിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ഒരു 3-4 കെണിയൊക്കെ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു 75% മാങ്ങ കേടില്ലാതെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. പ്രാണിശല്യം ഒഴിവാക്കാൻ പറ്റും, അതുപോലെ പുഴുക്കേട് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊരു മെസ്സേജായിട്ട്, നിങ്ങൾക്കൊരു അറിവായിട്ട്, അല്ലെങ്കിൽ നിങ്ങളിതെല്ലാം ചെയ്തു നോക്കിയാൽ നിങ്ങൾക്കൊരു വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാമ്പഴം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്തുള്ള മാവിൽ നിന്ന് മാമ്പഴം കേടില്ലാതെ കഴിക്കാൻ പറ്റും.